നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ കയറി അക്രമം നടത്തിയെന്ന പരാതിയിൽ സംവിധായകൻ റോഷൻ ആൻഡ്രൂസിനെതിരെ കേസെടുത്തു. കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ആൽവിന്റെ വീട്ടിലേക്ക് ഗുണ്ടകളുമായി എത്തി ആക്രമിച്ചു എന്നാണ് പോലീസിൽ ആൽവിൻ പരാതി നൽകിയിരിക്കുന്നത്. റോഷൻ ആൻഡ്രൂസിൽ നിന്നും ഭീഷണി ഉണ്ടെന്നും വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും ആൽവിൻ പരാതിയിൽ പറയുന്നു. റോഷൻ ആൻഡ്രൂസിന്റെ പെൺസുഹൃത്തുമായുള്ള ആൽവിന്റെ മകൻ ആൽവിൻ ജോൺ ആന്റണിയുമായുള്ള സൗഹൃദമാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ എത്തിയതെന്ന് ആൽവിൻ ജോൺ പറയുന്നു. പ്രശ്നത്തെക്കുറിച്ച് ആൽവിൻ ജോൺ പറയുന്നത് ഇങ്ങനെയാണ്: വീട്ടിൽ താൻ ഉണ്ടായിരുന്നില്ല. മമ്മിയും ഡാഡിയും അനിയത്തിയും മാത്രം ഉള്ളപ്പോഴായിരുന്നു റോഷൻ ആൻഡ്രൂസ് വീട്ടിൽ എത്തിയത്. 40 ഗുണ്ടകളുമായാണ് റോഷൻ ആൻഡ്രൂസ് വന്നത്. വീട്ടിലെത്തിയ സംഘം തന്റെ അമ്മയെ ആക്രമിച്ചു. അമ്മയെ തള്ളിയിടുകയായിരുന്നു. എന്റെ സുഹൃത്തായ ഒരു ഡോക്ടർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് സംഘം കൂടുതൽ ആക്രമിച്ചത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനു ശേഷമാണ് വീട്ടിൽ നിന്നും സംഘം പിരിഞ്ഞുപോയത്. തനിക്കെതിരെ റോഷൻ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ആൽവിൻ ജോൺ പറയുന്നു. താൻ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് റോഷൻ ആൻഡ്രൂസ് പറയുന്നത്. റോഷൻ ആൻഡ്രൂസിനൊപ്പം തന്നെ 2 സിനിമകളിൽ താൻ അസിസ്റ്റന്റായി ജോലി ചെയ്തിട്ടുണ്ട്. മുംബൈ പോലീസും ഹൗ ഓൾഡ് ആർ യുമാണ് അത്. തന്നെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ റോഷൻ പറഞ്ഞുവിട്ടെന്നാണ് റോഷൻ പറയുന്നത്. എന്നാൽ 2 സിനിമാ സെറ്റുകളിലെയും ആരോട് വേണമെങ്കിലും ഇക്കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നുവെങ്കിൽ തന്നെ ആദ്യം വീട്ടിൽ നിന്നാണ് പുറത്താകുക. ബി ഉണ്ണികൃഷ്ണൻ, ലാൽ ജോസ് തുടങ്ങി പ്രമുഖരായ 12ഓളം സംവിധായകരുടെ കൂടെ താൻ അസിസ്റ്റന്റായി ജോലി ചെയ്തിട്ടുണ്ട്. ആരും തനിക്കെതിരെ അത്തരത്തിൽ പരാതി ഉന്നയിച്ചിട്ടില്ല എന്നും ആൽവിൻ ജോൺ പറയുന്നു. അദ്ദേഹത്തിന് എന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. റോഷൻ ആൻഡ്രൂസിനും തനിക്കും പെൺകുട്ടിയായ ഒരു പൊതു സുഹൃത്തുണ്ട്. അവളുമായുള്ള തന്റെ സൗഹൃദം റോഷന് ഇഷ്ടമല്ല. അവളുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് തന്നോട് റോഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അനുസരിച്ചില്ല. ഇതോടെ അദ്ദേഹത്തിന് തന്നോട് വൈരാഗ്യം വന്നു. ഇതോടെയാണ് എന്നെപ്പറ്റി മോശമായി പറഞ്ഞു നടക്കാൻ തുടങ്ങിയത്. തനിക്ക് റോഷൻ അയച്ച ഒരു സന്ദേശം ഇപ്പോൾ പുറത്തുവിടുകയാണ്. അദ്ദേഹത്തിന് ആൽവിനെ ഭയങ്കര കാര്യമാണെന്നും ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കാമെന്നും പറഞ്ഞതായിരുന്നു ആ സന്ദേശം. അതിൽ ആ പെൺകുട്ടിയെക്കുറിച്ചും പരാമർശമുണ്ട്. എല്ലാവർക്കും അത് വായിച്ച് തീരുമാനിക്കാം. മോശപ്പെട്ട ഒരാൾക്ക് എന്തിനാണ് റോഷൻ അത്തരത്തിലുള്ള ഒരു സന്ദേശം അയക്കുന്നത് എന്ന് ആൽവിൻ ജോൺ ചോദിക്കുന്നു. അതേസമയം ആൽവിന്റെ ആരോപണങ്ങൾ റോഷൻ ആൻഡ്രൂസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന ആരോപണം തീർത്തും വ്യാജമാണെന്നും റോഷൻ ആൻഡ്രൂസ് പറയുന്നു. റോഷൻ ആൻഡ്രൂസിന്റെ പരാതിയിൽ ആൽവിൻ ആന്റണിക്കും സുഹൃത്ത് ബിനോയ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മോളിവുഡിലും ഇത് വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ്.